വീട്ടിന്റെ ഉള്ളിൽ നമ്മൾ വസ്ത്രമെടുക്കാൻ വേണ്ടി കടന്നു പോകുമ്പോ ഏത് സമയത്ത് ആർക്ക് എപ്പോഴും എവിടെ വെച്ച് എങ്ങനെ വസ്ത്രമെടുക്കണം? വീടിന്റെ അകത്തട്ടിൽ നമ്മുടെ പുന്നാര മകൾ, ആ പെൺകുട്ടിക്ക് അവിടെ നിന്ന് നമ്മൾ ഒരു പുതുമാരനെ കണ്ടുപിടിച്ചിട്ട് ആ പെൺകുട്ടിയെ ഒരു വിവാഹത്തിന്റെ മംഗളകർമ്മത്തിലേക്ക് നമ്മൾ പറഞ്ഞു വിടുമ്പോൾ നമ്മൾ നമ്മുടെ മകളെ വിടുന്ന ഏറ്റവും നല്ല ഭംഗിയായ ഒരു വഴിയിലൂടെയാണ്. ആ പ്രിയപ്പെട്ട പുന്നാര മകളെ പറഞ്ഞു വിടുന്ന സമയം അവർക്ക് വേണ്ടി നമ്മൾ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. ആ വസ്ത്രങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിതവും കൂടി നമ്മൾ അതിന്റെ മുമ്പിൽ കാണണം. അവളെ കല്യാണം എന്നോ ആയിക്കോട്ടെ, പക്ഷേ അവൾക്ക് വസ്ത്രമെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഏറ്റവും നല്ല സമയത്തായിരിക്കണം വസ്ത്രമെടുക്കേണ്ടുന്നത്. ആലിമായ ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. അദ്ദേഹം കടന്നു വന്നുകൊണ്ട് പറയുന്നു, തങ്ങളെ എന്റെ പ്രിയപ്പെട്ട പൊന്നുമകളുടെ നിക്കാഹാണ്, കല്യാണമാണ്, നിങ്ങൾ എന്റെ വീട്ടിലേക്കൊന്ന് കടന്നു വരണം. ആലിമായ ആബിദായ മനുഷ്യൻ പറഞ്ഞു, വരാൻ കുഴപ്പമില്ല, പക്ഷേ ഞാൻ പറയുന്ന നിബന്ധനകൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര മകൾക്ക് നിങ്ങൾ കൊണ്ടുവരണം. പറഞ്ഞോ തങ്ങളെ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇന്ന് വരെ ഞങ്ങളത് പാഴാക്കിയിട്ടില്ല, നിങ്ങളുടെ ഉപദേശം ഞങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് പറയുമോ, നിങ്ങൾ ഏതാഗ്രഹമാണ് പറയുന്നത്? ആ പറയുന്ന ഞങ്ങൾ കേൾക്കാം. ഉടൻ തന്നെ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പുന്നാര മകൾക്ക് വസ്ത്രമെടുക്കുന്ന സമയമുണ്ടല്ലോ, അവളെ ഒരു പുതുമാരിയായി നല്ല ഒരു കോലത്തിലേക്ക് അവളെ പറഞ്ഞു വിടുന്നതാണ്. അതുകൊണ്ട് അവളെ തീ കൊണ്ട് കരിക്കുന്ന ഒരു സമയവും ഒരു ദിവസവും നിങ്ങൾ സെലക്ട് ചെയ്യരുത്. ചില ദിവസങ്ങളിൽ വസ്ത്രമെടുത്താൽ അത് തീ കൊണ്ട് ഉരുകാൻ വരെ കാരണമാണ്. ചില ആളുകൾ പെട്ടെന്ന് ഇസ്തിരി ഇടുമ്പോൾ ഉരുകി പിടിച്ചു പോവുകയാണ്. അങ്ങനത്തെ ചില സാന്ദർഭികമായ അവസ്ഥകൾ നമ്മളിലേക്ക് വരാറുണ്ട്. എന്നാ മഹാനുഭാവൻ പറഞ്ഞു, നിന്റെ പുന്നാര മകളുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് തരണോ, അവൾ കടന്നു പോകുന്ന വഴികളിൽ സ്വാന്തനത്തിന്റെ തീരങ്ങൾ വരണോ, അവൾ ചെന്ന് കയറുന്ന വീട്ടിൽ അവളോട് ആ വീട്ടിലുള്ളവർക്ക് സ്നേഹം തോന്നണോ, അതുമായിട്ട് അവളുടെ വസ്ത്രമെടുക്കുന്ന സമയം ബറക്കത്തുള്ള സമയം നോക്കി നിങ്ങൾ എടുത്താൽ, അങ്ങനത്തെ ഒരു സമയം നോക്കി നിങ്ങൾ സെലക്ട് ചെയ്താൽ അൽഹംദുലില്ലാഹ്, അവിടെ നിങ്ങൾ വിജയിക്കുന്നതാണ്, അവിടെ നിങ്ങൾ സന്തോഷിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ആലിമായ മനുഷ്യൻ പറയാ, നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും നല്ലതുപോലെ വസ്ത്രം എടുക്കേണ്ടുന്ന സമയം എപ്പോഴാ? നമുക്ക് നോക്കാം. ശനി ദിവസമിൽ നീ പുതിയ മുണ്ടു ധരിക്കലും ഗുണമുള്ളതല്ല സഹോദര, അത് വാങ്ങലും. ധരിക്കുന്ന സമയത്തൊക്കെയും ജസദിന് അസുഖം വരും എന്നുള്ളതും പറയുന്ന എന്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. ആകപ്പാടെ ലീവുള്ള ദിവസം എപ്പോഴാണ്? ഒന്നുകിൽ ശനിയായിരിക്കും, അല്ലെങ്കിൽ ഞായറായിരിക്കും. അതുകൊണ്ട് ശനിയാഴ്ച ദിവസങ്ങളിലാണ് കടന്നു പോകുന്നത്. എന്നാൽ നമ്മുടെ പൊന്നുമക്കൾക്ക് വസ്ത്രമെടുക്കുന്ന സമയം അപ്പോ ചോദിക്കും, ചില നിരീശ്വരവാദികൾ ചോദിക്കും, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇത് കേട്ടാൽ ദഹിക്കാത്തവർ ചോദിക്കും, ഇതെല്ലാം റബ്ബിന്റെ ദിവസങ്ങളല്ലേ, ഇതെല്ലാം പടച്ചവന്റെ ദിവസങ്ങളാണ്. എന്നാലും അല്ലാഹുവേ, അവിടെ നിന്ന് പടച്ച തമ്പുരാൻ ബറക്കത്താക്കപ്പെട്ട ദിവസങ്ങളുണ്ട്, ബറക്കത്ത് നിറച്ചിട്ടുള്ള സമയങ്ങളുണ്ട്. അതുകൊണ്ട് ശനിയാഴ്ച ദിവസത്തിൽ ഒരിക്കലും നമ്മുടെ പെൺമക്കൾക്കോ നമ്മുടെ ആൺമക്കൾക്കോ നമ്മൾ വസ്ത്രം മേടിച്ചു കൊടുക്കരുത്. എന്തേ കാരണമെന്നറിയുമോ? ധരിക്കുന്ന സമയത്തൊക്കെയും ജസദിന്, അല്ലാഹ് ആ വസ്ത്രം ധരിക്കുന്ന സമയത്ത്, ജസദ് എന്ന് പറഞ്ഞാൽ ശരീരമാണ്, ആ വസ്ത്രം ധരിക്കുന്ന സമയത്ത് മുഴുവനും ശരീരത്തിന് അസുഖം വരും എന്നുള്ളതും പറയുന്ന ശനിയാഴ്ച ദിവസങ്ങളിൽ വസ്ത്രം മേടിച്ചു. ആ വസ്ത്രം മേടിച്ച് നമ്മുടെ ശരീരത്തണിഞ്ഞുകൊണ്ട് നമ്മൾ നടക്കുമ്പോ പടച്ച റബ്ബേ, അത് അസുഖം വരാൻ കാരണമാണ്. സംഭവം നിസ്സാരാണ്, കാര്യം നിസ്സാരാണെങ്കിലും നമ്മളത് മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ശനിയാഴ്ച ദിവസങ്ങളില് ആ ദിവസങ്ങളിൽ നമ്മൾ സെലക്ട് ചെയ്യരുത്. ഒരാഴ്ച അള്ളാഹു നമുക്ക് സമയങ്ങൾ തന്നിട്ടുണ്ട്. ആ സമയത്ത് ഏറ്റവും നല്ല ബറക്കത്താക്കപ്പെട്ട സമയമുണ്ട്. ആ സമയം നോക്കി നമ്മൾ വസ്ത്രം എടുക്കണം. ശനിയാഴ്ച എടുക്കരുത്. ശനിയാഴ്ച നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, നമ്മുടെ ആൺമക്കൾക്കായാലും പെൺമക്കൾക്കായാലും പുതുമാരിക്കായാലും ആ വസ്ത്രം എടുത്ത് ധരിപ്പിക്കുമ്പോ ശരീരത്തിന് രോഗം വരാൻ അത് കാരണമാണ്. അസുഖം വിട്ടുമാറൂല. ഒന്നാമത്തെ ദിവസം ശനിയാഴ്ച എടുക്കരുത്. പിന്നെയോ
ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത്, ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട്. പല നാശവും അതിനാൽ വരാനിടയുണ്ട്. തീ വീണതായി നശിക്കേണ്ടതാണാമുണ്ട്. മോഷ്ടിച്ചുകൊണ്ടും പോകുവാനിടയുണ്ട്. അതുമാത്രമല്ലതു നീ ധരിച്ചാൽ പിന്നെയും അമ്മപ്പോഴും മൊഴിയാതിരിക്കും പൊന്നേ. ശനിയാഴ്ച ദിവസം കഴിഞ്ഞു. ഇനി അവിടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞായറാഴ്ചയും അത്ര നല്ലതല്ല. ഞായറാഴ്ച ദിവസങ്ങളിൽ ഡ്രസ് എടുക്കലും അത്ര നല്ലതല്ല. പിന്നീട് ചൊവ്വാഴ്ചയാണ്. അപ്പൊ 1 ശനിയാണ്, 2 ഞായറാണ്, 3 അവിടെ നിന്ന് പിന്നെയോ ചൊവ്വാഴ്ചയാണ്. ഈ 3 ദിവസങ്ങളിൽ നമ്മൾ വസ്ത്രം പുതിയത് മേടിക്കരുത്. നമ്മുടെ മക്കൾക്ക് പുതിയ വസ്ത്രങ്ങൾ നമ്മൾ ധരിപ്പിക്കരുത്. അല്ലാഹുവേ, അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മിക്കുള്ള ആലിമീങ്ങളുടെ കല്യാണവും ഞായറാഴ്ച ആയിരിക്കൂല. അധിക ഉസ്താദുമാരുടെ വീടിലുള്ള കല്യാണം വ്യാഴാഴ്ചയായിരിക്കും. വ്യാഴാഴ്ച ദിവസങ്ങളിലായിരിക്കും. എന്തുകൊണ്ടാണ്? ആ വ്യാഴാഴ്ച ദിവസത്തിൽ വസ്ത്രം, നല്ല പുതിയ വസ്ത്രം ധരിക്കലും പുതിയ വസ്ത്രം എടുക്കലും ഒക്കെ നല്ലതാണ്, അല്ലേ? അത് പക്ഷെ ഞായറാഴ്ച നല്ലതല്ല, ശനിയാഴ്ച നല്ലതല്ല, അതുപോലെ തന്നെ ചൊവ്വാഴ്ചയും. എന്നാൽ ചൊവ്വാഴ്ച ദിവസങ്ങളിലാ നമ്മൾ ഇതിടുന്നെങ്കിലോ പടച്ചറപ്പേ, വല്ലാത്ത അവസ്ഥയാണ്. അമ്മപ്പോഴും മൊഴിയാതിരിക്കും പൊന്നെ. എപ്പോഴും സങ്കടമായിരിക്കും. ഈ ദിവസങ്ങളിൽ, ഈ ഉള്ള ദിവസങ്ങളിൽ വസ്ത്രം ധരിച്ചു, ആ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നമ്മൾ കടന്നു പോവുകയാണോ? സുബ്ഹാനല്ലാഹ്, എപ്പോഴും ടെൻഷനായിരിക്കും. പക്ഷേ കാര്യമൊന്നും ഉണ്ടാകൂല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇങ്ങനെ സങ്കടം വരിക, കണ്ണ് നിറയുക, കരയുക, വല്ലാത്തൊരു ടെൻഷൻ പോലെ. ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ആരും കളിയാക്കിയിട്ടില്ല, ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് സഹോദരാ, ശനിയാഴ്ചയും ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും നിങ്ങൾ നല്ലതെടുത്തുകൊണ്ട് മക്കളെ ധരിപ്പിക്കരുത്. അങ്ങനെ ധരിപ്പിച്ചുകൊണ്ട് കടന്നു വരരുത്. നമ്മുടെ മക്കൾ ഭാവിയിലെ ഭാവി തലമുറയാണ്. മനസ്സിലായില്ലേ? 1 ശനി, 2 ഞായർ, 3 ചൊവ്വ. ഈ 3 ദിവസങ്ങളിൽ കുടുംബത്തിലാകട്ടെ ആർക്കാകട്ടെ വസ്ത്രമെടുക്കരുത്. അപ്പൊ ഇത് ഒരു പക്ഷേ ഇപ്പൊ ടെക്സ്റ്റൈൽസാരി ഏട്ട മിക്കവരും എനിക്ക് ഇപ്പൊ അടുത്തപ്പോ എന്റെ അടിയിൽ ഇപ്പൊ കമന്റ് വരും, നിങ്ങൾക്ക് വേറെ പണിയില്ലെന്ന് ചോദിച്ചിട്ട്. അവിടെ പോണ്ടാന്ന് പറയുന്നില്ല, എടുക്കണ്ടെന്നും പറയുന്നില്ല. എടുക്കാനുള്ള ദിവസമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കടകളിൽ പോകാം. എടുക്കാനുള്ള ദിവസമുണ്ട്. ആ ദിവസത്തിലാണ് കടന്നു പോകേണ്ടുന്നത്. എന്താണ്? ചൊവ്വാഴ്ച ദിവസം ഒരുപാട് വിഷമങ്ങളാണ്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മുറിവുണ്ടാകാൻ പാടില്ല. കാരണം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ശരീരം മുറിഞ്ഞാൽ അത് ഉണങ്ങാൻ വലിയ പാടാണ്. നമുക്കറിയാം, പണ്ട് ബാർബർ ഷാപ്പ് നടത്തുന്ന സഹോദരങ്ങള് അവർ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അവർ കടറക്കൂല. മുടിവെട്ടാൻ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അവർ കടന്നു വരത്തില്ല. എന്താ കാരണം? അവർക്കറിയാം ചൊവ്വാഴ്ച ദിവസത്തിൽ മുറിവുണ്ടായാൽ അത് പോകാൻ വലിയ പാടാ. നമ്മൾ കത്തിയും പിച്ചാത്തിയും ഒന്ന് എടുത്തിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര മക്കളുടെ കയ്യിൽ നമ്മൾ കൊടുക്കരുത്. കാരണം മുറിവുണ്ടായാൽ അത് ഉണങ്ങാൻ പാടാണ്. സൂക്ഷിക്കണം ചൊവ്വാഴ്ച ദിവസങ്ങളിലൊക്കെ. അതുകൊണ്ടാണ് അവിടെ ഏറ്റവും നല്ല വസ്ത്രം എടുക്കാനുള്ള സമയം നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ സംഗമിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളെയും നീ കബൂലാക്കണേ അല്ലാഹ്. തിങ്കളാഴ്ചയായാൽ ഏറ്റവും സവിശേഷമാ ബറക്കത്ത് കൂടുതൽ കിട്ടുവാൻ പര്യാപ്തമാ. അതുപോലെ ബുധനും നല്ലതാണെന്നുണ്ട്. ആയുസ്സിന് തന്നതിലേറ്റവും ഫലമുണ്ട്. വ്യാഴാഴ്ചയായാലും ഹബീബേ നല്ലതാ, തുണി തന്നെ വീണ്ടും കിട്ടണം എന്നുള്ളതാ. തിങ്കളാഴ്ച ദിവസമാണ് ഏറ്റവും നല്ല ദിവസം വസ്ത്രമെടുക്കാൻ, പുതുമാരിക്ക് ഡ്രസ് എടുക്കാൻ പോവാൻ, മകളെ കല്യാണം കഴിപ്പിച്ചു വിടാൻ പോവുകയാണ്. തിങ്കളാഴ്ച ദിവസം നിങ്ങൾ സെലക്ട് ചെയ്യണേ. ആ മകളെയും കൂട്ടി നിങ്ങൾ കടന്നു പോകണേ. തിങ്കളാഴ്ച ദിവസത്തിൽ നിങ്ങൾ അവിടെ നിന്ന് നല്ല വസ്ത്രം ധരിക്കണേ. എന്തേ കാരണമെന്നറിയോ? ബറക്കത്ത് കൂടുതൽ കിട്ടുവാൻ പര്യാപ്തമാണ്. അന്ന് തിങ്കളാഴ്ച ദിവസത്തിൽ ഡ്രസ് എടുക്കുമ്പോ, പുതിയ വസ്ത്രം എടുക്കുമ്പോ ബറക്കത്ത് കൂടുതൽ കിട്ടാൻ അത് കാരണമാണ്.
ബറക്കത്ത് കൂടുതൽ കിട്ടാൻ അത് കാരണമാണ്. എന്തിനാണ് മഹാനായ ഉവൈസുൽ ഖുറാ റളിയല്ലാഹു അൻഹു അങ്ങാടിയിലൂടെ സഞ്ചരിക്കുകയാണ്. നടന്നു പോകുമ്പോ വഴിയോരത്ത് കടകമ്പോളങ്ങൾ കാണുകയാ. ആ സമയത്ത് കൂടെ ഉള്ളവരൊക്കെ ഡ്രസ്സ് മേടിക്കുകയാണ്. പക്ഷേ ഉവൈസുൽ ഖുറാ റളിയല്ലാഹു അൻഹു അവിടെ എടുത്തില്ല. കൂടെ ഉള്ളവർ പറഞ്ഞു, ഉവൈസുൽ ഖുറാഹേ, നിങ്ങൾക്ക് ഞങ്ങൾ എടുത്തു തരാൻ നിങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിൽ. ഉവൈസുൽ ഖുറാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹ് എനിക്കിപ്പോ വേണ്ടാത്തത് കൊണ്ടാണ്, ഞാൻ ബറക്കത്തിനെ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ തിങ്കളാഴ്ചയാണോ പറയുന്നത്? അന്ന് ഡ്രസ് എടുക്കാൻ ഞാൻ വരാം, എന്റെ സമ്പത്ത് കൊണ്ട് തന്നെ ഞാൻ എടുക്കാം. അന്നത്തെ ദിവസം ബറക്കത്തുള്ളതാണ്. നബി തങ്ങൾ പിറന്ന ദിവസം തിങ്കളാഴ്ച. ആ ദിവസത്തിലാണോ ഞാൻ വരാം, ഞാൻ ഡ്രസ് എടുക്കാം, ഞാൻ തന്നെ കാശും കൊടുക്കാം. പക്ഷെ ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ട. അതത്ര ഒരു നല്ല ഒരു ബറക്കത്ത് അവിടെ കിട്ടാൻ സാധ്യത കുറവാണ്. ബറക്കത്ത് കിട്ടാൻ സാധ്യത കുറവാണ് കണ്ടങ്ങള്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം എന്റെ പ്രിയമുള്ളവരെ? ഒന്ന് തിങ്കളാഴ്ചയാൻ, അതുപോലെ ബുധനും നല്ലതാണെന്നുണ്ട്, വ്യാഴാഴ്ചയായാലും ഹബീബേ നല്ലതാണ്. അതുപോലെ ബുധനാഴ്ച ദിവസങ്ങളിൽ ഡ്രസ് എടുക്കാൻ, ധരിക്കാൻ, മക്കൾക്ക് മേടിച്ചു കൊടുക്കാൻ അത് ഏറ്റവും ഉതകുന്നതാണ്, അത് നല്ലതാണ്. കാരണം എന്തെന്നറിയുമോ? ആയുസ്സിന് തന്നതിലേറ്റവും ഫലമുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് വസ്ത്രം എടുത്തു കൊടുത്തത് ബുധനാഴ്ചയാണെങ്കിൽ ആയുസ്സിൽ തന്നെ ഒരുപാട് മഹത്വങ്ങളും ഒരുപാട് ശ്രേഷ്ഠതകളും ഉണ്ടാകും. എന്നാൽ വ്യാഴാഴ്ചയാണെങ്കിലോ, വ്യാഴാഴ്ചയാണെങ്കിൽ ബറക്കത്ത് കൂടുതലുണ്ട്. എങ്ങനെ? വേറെയും തുണികൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. മാമാരെ, വ്യാഴാഴ്ച ദിവസം ഡ്രസ് എടുക്കുമ്പോ വേറെയും വസ്ത്രം, വേറെയും തുണി നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് നല്ല കോലത്തിൽ കടന്നു വരാൻ പറയുന്നത്, നല്ലതുപോലെ ചിന്തിച്ചുകൊണ്ട് കടന്നു വരാൻ പറയുന്നത്. എന്നാൽ തുണി തന്നെ വീണ്ടും കിട്ടണം എന്നുള്ളതാ സുഹൃത്തുക്കളെ. വെള്ളിയാഴ്ചയേറ്റം മെച്ചമാ. വെള്ളിയാഴ്ച നല്ല ഡ്രസ് എടുക്കാം, നല്ല ധരിക്കാം. ഞായറാഴ്ച മകളെ കല്യാണമാണെങ്കിൽ വെള്ളിയാഴ്ച പൊക്കോ, വെള്ളിയാഴ്ച പോയിട്ട് ഡ്രസ് എടുത്തോ. എല്ലാവരും ഞാനും നമ്മളൊക്കെ എന്താ ചെയ്യാ? മക്കൾക്ക് അവധിയുള്ള സമയം എപ്പോഴാ? ശനിയാഴ്ചയല്ലേ, ശനി ഞായറൊക്കെ. അപ്പൊ അന്ന് പോയിട്ട് എടുക്കാന്നാണ്, അന്ന് പോയി എടുത്തോണ്ട് കൊണ്ട് കൊടുക്കാന്നാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, വെള്ളിയാഴ്ച പൊക്കോ, വെള്ളിയാഴ്ച പോയിട്ട് എടുത്തു കൊടുത്തോ, ഒരു കുഴപ്പമില്ല. മക്കൾക്കും ബറക്കത്തുണ്ടാകും, നിങ്ങൾക്കും അല്ലാഹു തആല ബറക്കത്ത് തരും. അവർക്ക് ടെൻഷനും ഹമ്മും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ട് കടന്നു വരണം. പക്ഷേ ഈ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ വലിയവരായാലും ആരായാലും ഈ വസ്ത്രം ധരിക്കുമ്പോൾ രണ്ട് നീയത്ത് വേണം എപ്പോഴും. സഹോദരങ്ങളെ, നമ്മൾ നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാര്യമാണ്, നിസ്സാരമായി നമ്മൾ തള്ളിക്കളയുന്ന ഒരു കാര്യമാ വസ്ത്രം ധരിക്കുമ്പോ. ഒന്നാമത് നമ്മൾ ബിസ്മി ചൊല്ലണം, ഒന്ന് ബിസ്മി ചൊല്ലണം. രണ്ടോ, വസ്ത്രം പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ദുആ ചൊല്ലണം. പിന്നീട് അവിടെ നമ്മൾ ചെയ്യേണ്ടുന്ന എന്തെന്നറിയുമോ? ഗുഹ്യം മറയ്ക്കാൻ വേണ്ടി ഞാൻ ധരിക്കുന്നത് എന്നുള്ള നീയത്താണ് അതിൽ വേണ്ടുന്നത്. എന്നാൽ പ്രകാശം വന്നിടും കൽബിന്, അതുമാത്രമല്ല അതിൽ കൂലിയും ലഭിക്കുന്ന. ജസദിന്റെ ന്യൂനതയും മറയ്ക്കാൻ ഞാനിതാ ധരിക്കുന്നു എന്നു നീ കരുതലും മതിയായതാ. വസ്ത്രം ധരിക്കുന്ന സമയം അല്ലാഹുവേ, ഞാൻ എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്തു കാണിക്കാൻ പറ്റാത്ത ആ അവയവങ്ങളെ മറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ വസ്ത്രം ധരിക്കുന്നത് എന്ന് വസ്ത്രം ധരിക്കുമ്പോ നീയത്ത് ചെയ്യണം. അതിനൊരുപാട് പ്രതിഫലമുണ്ട്. ആ നീയത്തിന് ഒരുപാട് കൂലിയുണ്ട്. വസ്ത്രം ധരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ എന്ത് വേണം? അല്ലാഹുവേ, ഞാൻ എന്റെ ഔറത്ത് മറക്കാൻ വേണ്ടിയിട്ടാണ് ഈ വസ്ത്രം ധരിക്കുന്നത് എന്നുള്ള നീയത്ത് വേണം. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഇന്നൊരു 10 പേര് കാണണം, എന്റെ പർദ, എന്റെ ചുരിദാറ്, ഞാൻ ധരിക്കുന്ന വസ്ത്രം ഒരു 10 പേര് കണ്ടിട്ട് സൂപ്പർ ആണെന്ന് പറയണം. അവരെക്കാൾ അടിച്ചു പൊളിച്ചു പോകണം. നമ്മൾ ധരിക്കുമ്പോൾ ഒറ്റ നീയത്ത് വെക്കണം. അത് പിന്നെ അവർ കാണുമല്ലോ. ഒരു നീയത്ത്, റബ്ബേ, ഞാൻ എന്റെ ഔറത്ത് മറക്കാൻ വേണ്ടി, ഞാൻ എന്റെ ഔറത്ത് മറക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ആ നീയത്തില്ലെങ്കിൽ, പടച്ചോനെ, എന്റെ ശരീരത്തിൽ ഒരുപാട് ന്യൂനതകളുണ്ട്. ചില ആളുകളുടെ കൈക്ക് വല്ല കുഴപ്പമുണ്ടാകും, ചില ആളുകളുടെ മുഖത്ത് വല്ല കുഴപ്പമുണ്ടാവും, ചില ആളുകളുടെ കാലിന് വല്ല കുഴപ്പമുണ്ടാകും. ആ ന്യൂനതകൾ മറക്കാൻ വേണ്ടി ഞാൻ വസ്ത്രം ധരിക്കുന്നു എന്നവിടെ നിന്ന് പറഞ്ഞു പോയാൽ ആ ആളിന്റെ ജീവിതത്തിൽ അള്ളാഹു വെളിച്ചം നൽകും, അള്ളാഹു പ്രകാശം നൽകും. നമ്മൾ ആരെങ്കിലും ഇപ്പൊ അങ്ങനെ ചെയ്യോ? വസ്ത്രം ധരിക്കുമ്പോ ഞാൻ എന്റെ ഔറത്ത് മറക്കാൻ വേണ്ടി ഞാൻ വസ്ത്രം
ധരിക്കുന്നു എന്ന് ആരെങ്കിലും പറയൂ? വളരെ കുറവല്ലേ? ആരും അങ്ങനെ പറയാറില്ല, ആരും അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കടന്നു വരാറുമില്ല. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവനും നീ കാക്കണേ അല്ലാ. പിന്നീട് അവിടെ നിന്ന് പറയുന്നു, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കേണ്ടുന്നത് എവിടെയാണ്? ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് പോകേണ്ടുന്നത് എവിടെയാണ്? സഹോദരങ്ങളെ, നല്ല വസ്ത്രം ധരിക്കേണ്ടുന്നത് എവിടെയെന്നറിയുമോ? കല്യാണത്തിനല്ല, അല്ലെങ്കിൽ ഷോപ്പിങ്ങിനല്ല, നിസ്കാരത്തിന്റെ ടൈമിലാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകുമ്പോ നല്ല വസ്ത്രം ധരിക്കുക. അതുപോലെ എന്തെല്ലാം നന്മകളുടെ വഴികളിലൂടെ കടന്നു പോകുന്നു, ആ കടന്നു പോകുന്ന വഴികളിലെല്ലാം അല്ലാഹുവേ, നിനക്ക് വേണ്ടിയിട്ടാ ഞാൻ വസ്ത്രം ധരിച്ചത്, നിന്നെ ഓർക്കാനാ മുന്നോട്ട് വന്നത് എന്നുള്ള ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻത വലിയുനാ ഫിദ്ദുനിയാ വൽ ആഖിറ. തവഫനാ മുസ്ലിമൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ ജഅൽനാ മിൻ അഹ്ലിൽ ജന്ന വലാ തജഅൽനാ മിൻ അഹ്ലിൻ നാർ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ, സങ്കടങ്ങളെ മാറ്റണേ അല്ലാ. ആവലാദികളും വേവലാദികളും ദുഃഖങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാ. ദാറുസ്സലാമിന്റെ മജ്ലിസിൽ സംഗമിക്കുന്നവരാളെയും നീ പാഴാക്കല്ല റബ്ബേ, നീ പാഴാക്കല്ല റബ്ബേ, നീ പാഴാക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ, ഇൽമിന്റെ പ്രകാശം ജ്വലിക്കണേ അല്ലാ. നിന്നെ ഓർത്തുകൊണ്ട് കഴിഞ്ഞുകൂടാ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിന്റെ ഉള്ളിലും നൂറ് നീറുന്ന പ്രയാസങ്ങളുണ്ട് റബ്ബേ, നീ പരിഹരിച്ചു തരണേ അല്ലാ. അല്ലാ, ഇതിനകത്ത് കമന്റ് ഇട്ടവരുണ്ട്, അവരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ. പടച്ച റബ്ബേ, ഒരിക്കലും ഒരു സങ്കടത്തിന്റെ, ഒരു ദുഃഖത്തിന്റെ വഴിയിലൂടെ ചെന്ന് പോകുന്നൊരവസ്ഥയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ സ്വർഗം ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ നരകത്തിന്റെ പടുകുടിയിലേക്ക് പോകുന്നവരെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, സ്വർഗത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ മുഴുവനും നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ സഹോദരങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടുകാരെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ദാറുസ്സലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളും അല്ലാഹുവേ പാപത്തിന്റെ കെടാവിളക്കിൽ പെട്ടുപോയെന്നുള്ള സന്തോ അല്ലാഹുവേ വ്യസനത്തിന്റെ വേദനയുടെ ദുഃഖത്തിന്റെ വർത്തമാനം അറിയിക്കല്ല പടച്ചവനെ. അല്ലാഹുവേ, അവര് സാധുക്കളാണ്, അവര് പാപികളാണ് അല്ലാ. കുറച്ചു നേരം എന്നോടൊപ്പം അവർ ഒരുമിച്ച് കൂടുന്നവരാണ്, അവരെ തട്ടല്ല അല്ലാ, ഖായിബാക്കല്ല അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين.